വർഷങ്ങളായി നിർമ്മാണം മുടങ്ങിക്കിടക്കുന്ന നെന്മാറ പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിന്റെയും തിയേറ്റർ കെട്ടിടത്തിന്റെയും പണി ഉടൻ ആരംഭിക്കുമെന്ന് എംഎൽഎ കെ പ്രേമൻ അറിയിച്ചു. കെ ബാബു എംഎൽഎ ആയിരിക്കെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 3,35,00,000 രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയത്. പിന്നീട് 5 കോടി രൂപ അനുവദിച്ചിട്ടും പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കടന്നു. പദ്ധതി അവസാന ഘട്ടത്തിലേക്ക് കടന്നതോടെ 2 വർഷമായി പണി മന്ദഗതിയിലാണ്. കെട്ടിടം നിർമ്മിച്ചു കഴിഞ്ഞെങ്കിലും ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ജോലികൾ നടന്നുവരുന്നതേയുള്ളൂ. 2019 ആരംഭിച്ച പണി കോവിഡും മറ്റു പ്രതികൂല സാഹചര്യവും കാരണം 1 വർഷം വൈകിയെങ്കിലും ഫണ്ടിന്റെ ദൗർലഭ്യം കാരണം നിർമ്മാണം പ്രതിസന്ധിയിലായി. ഉടൻ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുമെന്നാണ് സ്ഥലം സന്ദർശിച്ച എംഎൽഎ കെ പ്രേമൻ അറിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 8 വർഷമായി നമ്മുടെ നെന്മാറ എംഎൽഎ ആയിരുന്ന സഖാവ് കെ ബാബുവേട്ടൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കല്യാണ മണ്ഡപത്തിൻ്റെ മഹാഭൂരിപക്ഷവും പണി പൂർത്തിയായി അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അത് അടിയന്തരമായി പൂർത്തീകരിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ നിലവിലെ എംഎൽഎ എന്നുള്ള നിലയിലേക്ക് എൻ്റെ ഭാഗത്തു നിന്നും, അതുപോലെ തന്നെ അതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, കരാറുകാർ, അതുപോലെ ഈ നാട്ടിലെ ജനപ്രതിനിധികളുടെ പിന്തുണയോടുകൂടി അടിയന്തരമായി പൂർത്തീകരിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്തായാലും അടിയന്തരമായി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഉദ്യോഗസ്ഥ ജനപ്രതിനിധികളുടെ യോഗം വിളിച്ചു ചേർത്ത് ആവശ്യമായ പുരോഗതി ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ തലത്തിലും ഇടപെടും എന്ന് ഉറപ്പു നൽകുകയാണ്. കാട് പിടിച്ച് കിടക്കുന്ന ഒരു അന്തരീക്ഷം, ഒരു ഭയാനകമായ ഒരു അവസരമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന് ഒരു സ്വൈര്യം കെടുത്തുന്ന അവസ്ഥയുണ്ട് എന്ന പരാതി കുറച്ച് നാളുകളായി കേൾക്കുകയാണ്. അതും പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവും. 75-80% പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ബാക്കിയുള്ള പണികളാണ് പൂർത്തീകരിക്കേണ്ടത്. അതിൻ്റെ എന്ത് സാങ്കേതിക തടസ്സമുണ്ടെങ്കിലും ഗവൺമെൻറ് തലത്തിൽ ഇടപെട്ട് പരിഹരിക്കാൻ മുൻപിലുണ്ടാവും എന്ന ഉറപ്പാണ് നൽകാനുള്ളത്. നെന്മാറ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ വക്കാവ് റോഡിൽ 55 സെന്റ് സ്ഥലത്തുണ്ടായിരുന്ന പഴയ പഞ്ചായത്ത് കല്യാണ മണ്ഡപം പൊളിച്ചു നീക്കിയാണ് പുതിയ കെട്ടിടം പണിയുന്നത്. 4 നില വരെ ഉയർത്താൻ കഴിയുന്ന വിധം 62 തൂണുകളിലുള്ള നിർമ്മാണമാണ് നടന്നുവന്നത്. 500 പേർക്കിരിക്കാവുന്ന 10,000 ചതുരശ്രയടി വിസ്തീർണം വരുന്ന കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. അടുക്കള, ഭക്ഷണശാല, പാർക്കിംഗ് സ്ഥലം, 2ാം നിലയിൽ ഹാൾ, കൂടാതെ താമസിക്കാനുള്ള മുറികൾ, ബാൽക്കണി, മിനി തിയേറ്റർ എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. പല നിലകളുള്ള കെട്ടിടമായതിനാൽ അഗ്നിരക്ഷാ സംവിധാനവും ഉപകരണങ്ങളും ഒരുക്കേണ്ടതുണ്ട്. പഞ്ചായത്ത് കല്യാണ മണ്ഡപം അറ്റകുറ്റപ്പണി ചെയ്യാതെ നശിച്ചതോടെ 20 വർഷം മുൻപാണ് പൊളിച്ചു നീക്കിയത്. ചുറ്റുമതിലില്ലാത്തതിനാൽ പലപ്പോഴും സാമൂഹ്യവിരുദ്ധർ ഇവിടെ താവളമാക്കിയിരുന്നു. UTV ന്യൂസ്, പാലക്കാട്.